ഫസ്റ്റ് ഓഫ് ഓൾ ഐ റെസ്പെക്ട് ദിസ് കമന്റ്. എന്താ വെച്ചാൽ പുള്ളിക്കാരി പറഞ്ഞത് എല്ലാവരും ഡിഫറെൻ്റ് ആണ്, പുള്ളിക്കാരി അത് റെസ്പെക്ട് ചെയ്യുന്നത്. ഓക്കെ, അവിടെ എനിക്ക് എന്താ ചോദിക്കാന്ന് വെച്ചാൽ ഇവിടെ പുള്ളിക്കാരി കമ്പയർ ചെയ്യുന്നത് ടോയ്ലറ്റ് യൂസ് ചെയ്യുന്നത് ആംബിറ്റ് ഹെയർ ആണ്. എന്നിട്ട് പറയുന്നത് ഇതൊക്കെ നോർമലാണ്, ബട്ട് നോർമലായ എല്ലാ കാര്യവും നമ്മൾ കാണിക്കേണ്ട ആവശ്യമില്ല. ഓക്കെ, ആൻഡ് ഐ ആക്ച്വലി തിങ്ക് ദർ ഇസ് എ ഹ്യൂജ് ഡിഫറൻസ് ബിറ്റ്വീൻ സംതിങ് ബീങ് പ്രൈവറ്റ് ആൻഡ് സംതിങ് ബീങ് ഷെയിംഫുൾ. ടോയ്ലറ്റ് പോകാന്നുള്ളത് നമ്മുടെ ബോഡിൻ്റെ, ടോയ്ലറ്റ് യൂസ് ചെയ്യാൻ നമ്മുടെ ബോഡിൻ്റെ ഒരു നോർമൽ ആയിട്ടുള്ള ഒരു പ്രോസസ്സാണ്, ഒരു ബോഡിയുടെ ഒരു ഫങ്ഷനാണ്. എന്നാൽ ഈ ആംപിറ്റ് ഹെയർ അല്ലെങ്കിൽ ബോഡി ഹെയർ എന്നുള്ളത് നമ്മുടെ ബോഡിയിൽ നാച്ചുറലി വളരുന്ന ഒരു നോർമൽ ആയിട്ടുള്ള ഹ്യൂമൻ ആയിട്ടുള്ള ഒരു തിങ്ങാണ്. അതിലെന്താവേണ്ട ആവശ്യമില്ല, ഷെയിംഫുൾ ആവേണ്ട, അഷെയിംഡ് ആവേണ്ട ആവശ്യമില്ല. The question isn't, is this normal? The actual question is, why have we decided that this particular normal thing is inappropriate to see on a woman? ആംപിറ്റ് ഹെയർ കാണുന്നത് അൺകംഫർട്ടബിൾ ആയിട്ട് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ ഓക്കെ, ദാറ്റ്സ് കംപ്ലീറ്റ്ലി ഓക്കെ. അത് ഇഷ്ടപ്പെടേണ്ട കാര്യമില്ല. അതുപോലെ തന്നെ നിങ്ങളെ ബോഡി ഹെയർ നിങ്ങൾ കീപ്പ് ചെയ്യണം അങ്ങനെയൊന്നും ഞാൻ പറയില്ല. യു ഡോണ്ട് ഹാവ് ടു അഗ്രി വിത്ത് മീ, ഓക്കെ? ബട്ട് ആ ഡിസ്കംഫർട്ട് എന്നെ ഇന്നപ്രോപ്രിയേറ്റ് ആക്കുന്നില്ല, അല്ലെ എൻ്റെ ബോഡീനെ ഇന്നപ്രോപ്രിയേറ്റ് ആക്കുന്നില്ല. ഐ ഡോണ്ട് എക്സ്പെക്ട് എവരി വൺ ടു ലുക്ക് അറ്റ് മൈ ബോഡി ആൻഡ് തിങ്ക് ഇറ്റ്സ് ബ്യൂട്ടിഫുൾ. അത് എനിക്ക് വേണ്ട. ഐ ജസ്റ്റ് ഡോണ്ട് തിങ്ക് ഒരു വുമൻ്റെ ബോഡി എന്നുള്ളത് എഡിറ്റ് ചെയ്യേണ്ട ആവശ്യമില്ല, ഷേവ് ചെയ്യേണ്ട ആവശ്യമില്ല, കവർ ചെയ്യേണ്ട ആവശ്യമില്ല. അതുപോലെ തന്നെ ഇഷ്ടമുള്ള ഡ്രസ്സ് ഇടുന്നതിനോ അല്ലെങ്കിൽ സ്കിൻ ഷോ ചെയ്യുന്നതിനോ സ്ലീവ്ലെസ് ഡ്രസ്സ് ഇടുന്നതിനൊന്നും അപ്പോളജൈസ് ചെയ്യേണ്ട ആവശ്യമില്ല, അതിനൊന്നും പെർമിഷൻ ചോദിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അതുപോലെ തന്നെ ബോഡി ഹെയർ എന്നത് അൺഹൈജീനിക് ആയിട്ടുള്ള കാര്യമൊന്നുമല്ല. ഒരു സാധനം നമുക്ക് വന്നിട്ടുണ്ടെങ്കിൽ അതിന് ഫംഗ്ഷൻ ഉണ്ട്. ബോഡി ഹെയർ കീപ്പ് ചെയ്യണം വേണ്ടോ എന്നുള്ളതൊക്കെ കംപ്ലീറ്റ്ലി പേഴ്സണൽ ചോയ്സ്.